ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. ഞാനിരിക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. എൻ്റെ നാട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നാടെന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസാണ്, സന്തോഷമാണ്. ഞാൻ ഇരിക്കുന്നതും വലിയൊരു ഷോപ്പിനകത്താണ്, EM സിൽക്സിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻ്റർവ്യൂ തരുമെന്ന് വെച്ചപ്പം സക്രിയ സാറ് ഇഷ്ടം മാതിരി പറഞ്ഞു ചെയ്തോളാം ധാരാളം. ഇതൊരു പ്രൊമോഷനല്ല, അത് നമ്മളെവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് വിശേഷങ്ങൾ പങ്കിടുന്നത് ഒരു 2-3 ദിവസം മുന്നേ നമ്മുടെ അനുശ്രീക്ക് ഒരു പ്രാങ്ക് കൊടുത്ത ഒരാളാണ്. ഇയാൾക്ക് ഫീമെയിൽ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ കേൾക്കുമ്പോൾ ഫീമെയിൽ ആയിട്ട് തന്നെ തോന്നുള്ളൂ. മറ്റാരുമല്ല, പ്രജിത്ത് കൈലാസം. പ്രജിത്തെ നമസ്കാരം. നമസ്കാരം. ഈ പ്രജിത്തിനെ കുറിച്ച് പറയാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാങ്ക് കോൾസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയാം. ഇപ്പൊ ലാസ്റ്റ് കബളിപ്പിച്ച അനുശ്രീ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അനുശ്രീ അല്ലേ? ഇപ്പം അനുശ്രീ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അല്ല, അത് ആ വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് കണ്ടിരിക്കുന്നത്. അനുശ്രീയുടെ അനുശ്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നെ വിളിച്ച് പണി കൊടുത്തത്. അത് ആ വിളിച്ച് പണി കൊടുക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? എനിക്ക് തോന്നുന്നു സഹോദരനാണോ? അല്ല, കൊട്ടേഷൻ തന്നത് പുള്ളിക്കാരിയുടെ കസിൻ. കൊട്ടേഷൻ എന്നൊക്കെയാ പറയുന്നത്. പുള്ളിക്കാരിയുടെ കസിൻ സനീഷാണ് പണി കൊടുത്തത്. പിന്നെ സഹോദരൻ അനൂപ്. ഇവർ രണ്ടോട് ചേർന്ന് അനുശ്രീക്ക്. പക്ഷെ അനുശ്രീക്ക് മനസ്സിലായതേ ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അനുശ്രീയുടെ ഭാവങ്ങൾ കണ്ടോ അതെ ആ വീഡിയോയില്? അല്ല, അനുശ്രീ വിചാരിച്ചത് 3 പേര് 3 ആളെന്നാണ്. അതെ, അതായത് വേറൊരാളുടെ സൗണ്ടിൽ, അതായത് അപ്പൂപ്പന്റെ സൗണ്ടിൽ സംസാരിച്ച അനുശ്രീയുടെ ഭാവം മൊത്തത്തിൽ മാറി. ഇങ്ങനെ കാണിക്കുന്നത് ആരാണ്? എങ്ങനെ ഈ ഒരു പ്രാങ്ക് കോളിലേക്ക് വന്നത്? ആണെന്നറിയില്ല. ഇത് അതിന് മുന്നേ നമ്മൾ സ്റ്റേജ് പരിപാടി അനൗൺസ്മെന്റ് ആണ് കൂടുതലും ചെയ്യുന്നത്. അനൗൺസ്മെന്റ്, ഡബിങ്, ഫീമെയിൽ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് പണ്ട് നമ്മളെ 1 വേ ലൈനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഇങ്ങോട്ടായിരുന്നോ? എനിക്ക് അങ്ങോട്ട്. അങ്ങനെ അവളെ അച്ഛനെ ഞാൻ പെണ്ണിന്റെ സൗണ്ട് വിളിച്ചിട്ട് അവളുടെ സംസാരിച്ചിട്ട് ഫോൺ കൊടുക്കും. അത് നമുക്കൊന്ന് ജസ്റ്റ് കേട്ടാലോ? അതൊന്നുമില്ല, അത് സിമ്പിൾ. ഇങ്ങനെ വിളി, ആ പെണ്ണിന്റെ പേരോടെ പറഞ്ഞു വിളി. ആ പെണ്ണിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിന്റെ പേര് പറ. ഒക്കെ കല്യാണം കഴിച്ച് 2 കൊച്ചുങ്ങളും ആയി കാണും. എന്നാ വേറെ ഏതെങ്കിലും പേര് വെച്ചിട്ടോ? നമുക്ക് വേറെ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും നമുക്കൊന്ന് വിളിക്കുന്ന സംഭവം അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പ്രാങ്ക് കോൾ ഉണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. അല്ല, അതിനിടയ്ക്ക് വെച്ചൊന്ന് കേൾക്കട്ടെ, ആൾക്കാരൊന്ന് കേൾക്കട്ടെ. എങ്ങനെ സംഭവം ഇപ്പം നോർമൽ പനീഷ് ഉണ്ടായിരുന്ന കോൾ ചെയ്യുന്ന പോലെ വിളിക്കാം. ശരി, ഞാൻ വിളിക്കാം. ഹലോ പ്രജിത്തെ. ആരാണ്? പ്രജിത്തില്ലേ? അല്ല, എന്റെ പേര് അഞ്ജന. ആരാ സംസാരിക്കുന്നത്? ഇത് പ്രജിത്തിന്റെ ഫോൺ നമ്പർ ആണല്ലോ. പ്രജിത്ത് ഇതുപോലെയാണ് പെണ്ണിന്റെ സൗണ്ടിൽ സംസാരിക്കുന്നത്. ഇത് സീരിയസ്ലി ഞാൻ പറയാം. കാര്യം പ്രജിത്ത് എനിക്കൊരു 6-7 വർഷമായിട്ട് പ്രജിത്തിനെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് കുറച്ച് വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊരു പ്ലംബറിൻ്റെ എങ്ങാണ്ട് വിളിച്ചിട്ട് കൂട്ടുകാരൻ്റെ അച്ഛനെ വിളിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ റീൽസിൽ ഒക്കെ നമുക്ക് തിളങ്ങിക്കുന്ന നമ്മുടെ അരുണില്ലേ, അരുൺ ഫാമിലി ആയിട്ട് റീൽ ചെയ്യുന്നത്. അരുണിന്റെ അച്ഛനെ വിളിച്ച് ഒന്നും കേൾക്കാൻ ടൂട്ടു മാത്രമേ ഉള്ളൂ. അല്ല, അവിടെ നിന്ന് എന്താ പറഞ്ഞെന്താടാ? നല്ല ഭാഷ, സഭ്യമായ ഭാഷയിലാണ് അച്ഛൻ സംസാരിച്ചത്. ബീപ്പ് സൗണ്ട് വെറുതെ ഇട്ടതാ. അത് മനസ്സിലായി, ബീപ്പ് വെറുതെ ഇട്ടേന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നീ ഇപ്പോൾ ദൈവമായിട്ട് കാണുന്നത്, അങ്ങനെ കാണുമല്ലോ, ഒരാൾ കാണുമല്ലോ, പക്രുച്ചേട്ടൻ്റെ കൂടെ അല്ലേ ഇപ്പോൾ കൂടുതലായിട്ടും പ്രോഗ്രാം ചെയ്യുന്നത്? ഭയങ്കര സപ്പോർട്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ആദ്യമായിട്ട് ചേട്ടന്റെ സ്പോട്ട് ഡബിങ് ചെയ്തു അന്ന്. അതിന് ശേഷം അങ്ങനെയാണ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം ചേട്ടൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ട്. ഒരു ചേട്ടനെ പോലെ സപ്പോർട്ടാണ് സ്ഥിരമായിട്ട് അല്ലേ? അതെ. ഇപ്പൊ മാനേജറായിട്ടാണോ കൂടെ കൂടുന്നത്? അയ്യോ, മാനേജറൊന്നും അല്ല. കമന്റ്സ് കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒന്ന് കമന്റ് ഇടാറുണ്ട്. എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാണ്. ചേട്ടൻ നല്ല പോസിറ്റീവാണ് നമുക്ക് തരുന്നത്. ഈ ഇതല്ലാതെ വേറെ എന്തൊക്കെയാ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? എനിക്കറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ? അല്ലാതെ ഞാൻ ഈ നമ്മുടെ ഷോകൾ, സ്റ്റേജ് പരിപാടി, പിന്നെ ദീപു ഞാനും കൂടെ കണ്ടന്റ് ഉണ്ടല്ലോ, സംഭവങ്ങളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രജിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമായിട്ട് ഒരു 1.7 അല്ലെങ്കിൽ 2 മില്യൺ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. പക്രുച്ചേട്ടൻ്റെ ഫ്രണ്ട് വെച്ച് പക്രുച്ചേട്ടനെ അനുകരിച്ചാണ്. കോഴിക്കോട് ബീച്ചിലോ അങ്ങാണ്ട് വെച്ചിട്ട്, ആലപ്പുഴ ബീച്ചിൽ അവിടെ വെച്ചിട്ടുള്ള വന്നായിരുന്നു. അല്ല, ആ വീഡിയോ ക്ലിപ്പായിട്ട് എല്ലായിടത്തും ഓരോരുത്തർ കട്ട് ഷോട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രജിത്ത് അന്നേരം ആ വീഡിയോ കണ്ട് ഇത്രയും മില്യൺ കയറിയപ്പം എന്താ ഫീൽ ചെയ്തത്? നമുക്ക് ഒരുപാട് സന്തോഷമില്ല. ഇത്രയും 1000 പേരല്ലേ കാണുന്നത്, 10,000-ന് പുറത്ത് കണ്ടു. ലക്ഷങ്ങള്, പിന്നെ ലക്ഷങ്ങളല്ലേ കണ്ടു. അതെ, ഭയങ്കര സന്തോഷമാണ് നമുക്ക്, ഭയങ്കര സംഭവമാണ്. അന്ന് പക്രുച്ചേട്ടന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പക്രുച്ചേട്ടനെ ഒന്ന് അനുകരിച്ചാണ്. അപ്പോൾ പക്രുച്ചേട്ടൻ്റെ ലൈവ് വോയിസ് ഒന്ന് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. അപ്പോൾ മൂവി വേൾഡ് മിനി സ്ക്രീനിൻ്റെ ഈ പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പരിപാടി വലിയൊരു വിജയമായി തീരട്ടെ. അതാണ് ലൈവ് വോയിസ്. അടിപൊളിയടാ, സൂപ്പർ കേട്ടോ. പിന്നെ ആരൊക്കെയാ സ്റ്റാറുകൾ ചെയ്യാറുള്ളത്? കൂടുതലും നമ്മുടെ നായികമാരെ ശബ്ദമാണ് അനുകരിച്ച് വൈറലായിട്ടുള്ളത്, ഫീമെയിൽ വോയിസ്. അതെ. പിന്നെ കുറച്ച് മെയിൽ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ നമുക്ക് 2-3 ചെയ്യണം, ഫീമെയിലിനെ ചെയ്യണം. പക്ഷേ എങ്കിലും ഞാൻ ദീപിന്റെ ഇന്റർവ്യൂ, ദീപ് കുറേ കഥകൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. അതെ, അതാണ് വന്നെല്ലാം പറഞ്ഞു. കാരണം നമ്മൾ രണ്ടുപേരും കഥ സെയിം ആണ്, നമ്മൾ തുടക്കം തൊട്ടുള്ള കൂട്ടം ആണ്. പക്ഷെ ആ കൂട്ടിൻ്റെ ഇടയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ദീപ് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രജിത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സൈഡിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
അനുഭവിക്കാൻ കൂടെ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പിന്റെ തുടക്കം തൊട്ട് നമ്മള് ട്രൂപ്പിന്റെ അല്ല, പേഴ്സണലി ചില ജോലികൾക്കൊക്കെ അവൻ പോകാറുണ്ട് ദീപു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രയത്നം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ട്. കമ്പിയിൽ കയ്യെത്തോണ്ട് വീണ് 1 മാസമേ പോയിട്ട് നിർത്തി. അത് പോയി. പിന്നെ പ്ലംബിങ്ങിന് പോയി പറഞ്ഞു വിട്ടു, പണി അറിഞ്ഞൂടാത്തോണ്ട് പറഞ്ഞു വിട്ടു. മേളിൽ പിടിക്കാൻ അവൻ എത്തുന്നില്ല, അതുകൊണ്ട് എല്ലാത്തും കറങ്ങി തിരിഞ്ഞ് പ്ലംബിങ്ങിന് പോയിട്ട് അതും പണി അറിഞ്ഞൂടാത്തോണ്ട് പറഞ്ഞു വിട്ടു. പിന്നെ പോയത് നീ അല്ല, കണ്ടക്ടർ പറഞ്ഞേ അവിടുത്തെ മെയിൻ മേശിരി പുള്ളി പറഞ്ഞു നിനക്ക് പറ്റിയത് മിമിക്രി ആണെന്ന് പറഞ്ഞു. അവിടെ വെച്ചൊക്കെ മിമിക്രി ചെയ്യായിരുന്നോ അല്ല ഈ സമയത്തൊക്കെ? അങ്ങനല്ല, ഈ ജോലിക്ക് പോകുന്ന സമയത്ത് മിമിക്രി ചെയ്യാറുണ്ടോ? പണി തോൽവിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് കല അല്ലേ മനസ്സിൽ കിടക്കുന്നത്. അത് പുള്ളിക്ക് അറിയാമെന്നാ ഞാൻ ചോദിച്ചത്. നീ മിമിക്രി ചെയ്യും? അറിയാം അറിയാം. അങ്ങനെ പോകാൻ പറഞ്ഞു. അതെ. പിന്നെ ഈ കലോത്സവത്തിലൊക്കെ പോയിട്ട് സമ്മാനങ്ങളൊക്കെ? കലോത്സവത്തിൽ ജില്ല വരെ പോയിട്ടുള്ളൂ. 2-3 തവണ ജില്ല വരെ പോയിട്ടുള്ളൂ. അവനെ ദീപുവിനെ പരിചയപ്പെടുന്നത് കലോത്സവം എഴുതി വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ കുറെ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് കാര്യം ഒരാൾ ഇച്ചിരി വെയിറ്റിംഗ് ആണ്. അനുമോള്, സ്റ്റാർ മാജിക് ഫെയിം. അവൾക്ക് നമുക്കൊരു പണി കൊടുക്കാം. ഫീമെയിൽ ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തരാൻ പോകുന്നത്. എൻ്റെ കൂടെ അടുത്തുണ്ട്, എൻ്റെ സുഹൃത്താണ്. എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. എന്നിട്ട് അനു എടുക്കണമെന്നാണ് പ്രാർത്ഥന. കുറച്ചു മുമ്പേ വിളിച്ചപ്പോൾ എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ചു തരാം. കാരണം ഇപ്പം നേരത്തെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അനുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ ഷൂട്ടിലാണ് ഇപ്പോൾ. സൗണ്ടൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഇവിടെ തിരക്ക് തുടങ്ങി, കടയിൽ ഷോപ്പിൽ തിരക്ക്. ഹലോ അനു, ആ പെൺകുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാവേ. പുള്ളിക്കാരിയുടെ കല്യാണത്തിന് സാരി കൊടുക്കാം കിടക്കാം കേട്ടോ. സംസാരിച്ചോ. ആ ചേച്ചി, ഹലോ. എൻ്റെ പേര് സുരഭി എന്നാണേ. ചേച്ചി ഭയങ്കര ഇഷ്ടം എനിക്ക് പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല പറയാൻ. ടെൻഷൻ ആവണ്ട, സംസാരിച്ചോ. ഹലോ. ടെൻഷൻ വന്നിട്ട് ശ്വാസം മുട്ടുക. സംസാരിക്കാൻ പറ്റുന്നില്ല, അതാ കേട്ടോ പുള്ളിക്കാരിക്ക്. പ്രീത്ത് കിട്ടുന്നില്ല പെട്ടെന്ന്. എവിടെയുള്ളേ? ഓക്കെ ചേച്ചി, ഒരു ദിവസം എനിക്ക് ഒന്ന് അനീഷേട്ടൻ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ അമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛനും അമ്മച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടം ചേച്ചിയെ. ശരി, എങ്കിൽ കൊടുക്കാം കേട്ടോ. ഹലോ. താമസിക്കുന്ന വീട്ടില് എല്ലാരും താമസിക്കുന്നു. അല്ല, വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇത് പ്രാങ്ക് കോളായിരുന്നു. ഞാൻ പ്രജിത്താണേ. അനു, ഇത് പ്രജിത്ത് എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, ഏറ്റവും കൂടുതൽ ഫീമെയിൽ നമ്മുടെ നമ്മുടെ അനുശ്രീയൊക്കെ പറ്റിച്ച ഒരാളാണ്. നീ തെറി വിളിക്കല്ലോ കേട്ടോ. ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് വിളിച്ചേ നിന്നെ, ഒന്നും പറയല്ലേ. ഞാൻ കൊടുക്കാം. അനുവിന് പ്രാങ്ക് തരാൻ ഞാനും കുട്ടിയോട് ഒരുപാട് പ്ലാൻ ഇട്ടാ, പക്ഷെ അത് നടന്നില്ല. പക്ഷെ അത് ഇന്നാണ് നടന്നത്. ഏതാ ലേഡി? ഏത് നേരെ സംസാരിച്ചേ? ഞാനാണ് സംസാരിച്ചത്. എന്താ എനിക്കിങ്ങനെ സംസാരിച്ചുകൂടെ കണ്ണ? എനിക്ക് എന്തൊരു കള്ള മതിയാ? അത് എന്റെ തൊണ്ടെന്നാണ് വന്ന സൗണ്ട്. അനു, ഇവന്റെ ഒരു വീഡിയോ ഞാൻ അയച്ചുതരാം. അനുശ്രീയെ പറ്റിച്ചൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് അയച്ചുതരാം കേട്ടോ, കണ്ടുപോക്ക്. എനിവേ, താങ്ക് യു സോ മച്ച് കേട്ടോ. വളരെ സന്തോഷം ഫോൺ എടുത്തതിൽ. നീ എടുക്കുമെന്ന് ഡൗട്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്ന പ്രാങ്ക് ആയിരിക്കത്തില്ല, എടുക്കണം. ചിലപ്പോൾ ഇനാഗ്രേഷൻ ആയിരിക്കും വിളിക്കുന്നത്. എടുക്കണം ഫോൺ കേട്ടോ. താങ്ക് യു ഡിയർ. ബൈ.